ശാസ്താംകോട്ട ഭരണിക്കാവിലെ ട്രാഫിക് പരിഷ്കരണം ഭരണിക്കാവ് ദേവീക്ഷേത്രത്തിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തുന്നതായി പരാതി. സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചതോടെയാണ് ഇവിടെ ബസ് ബേകൾ പുനഃക്രമീകരിച്ചത്. ഇതേ തുടർന്നാണ് ക്ഷേത്രത്തിലേക്കും 10ഓളം വീടുകളിലേക്കുമുള്ള വഴി തടസ്സപ്പെടുന്നതായി പരാതി ഉയർന്നത്. ഭരണിക്കാവ് ജംഗ്ഷനിൽ ഗതാഗത പരിഷ്കരണങ്ങളുടെ ഭാഗമായി സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചതോടെയാണ് ബസ്സുകൾ നിർത്തി യാത്രക്കാരെ കയറ്റുന്നതിനും ഇറക്കുന്നതിനുമായി ബസ് ബേകൾ പുനഃക്രമീകരിച്ചത്. എന്നാൽ ശാസ്താംകോട്ട റോഡിലെ ബസ് ബേകൾ പുനഃക്രമീകരിച്ചത് കാരണം ഭരണിക്കാവ് ദേവീക്ഷേത്രത്തിലേക്കും സമീപത്തെ 10ഓളം വീടുകളിലേക്കുമുള്ള വഴി തടസ്സപ്പെടുന്നതായാണ് പരാതി. ഇത് പലപ്പോഴും പ്രദേശവാസികളും ബസ് ജീവനക്കാരുമായുള്ള തർക്കത്തിനും കാരണമാകുന്നുണ്ട്. പുതിയ ബസ് ബേ വന്നപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴികളും അടച്ചാണ് ഈ ബസ് പാർക്കുള്ള ബസ് ബേ വരച്ചേക്കുന്നത്. ക്ഷേത്രത്തിൽ പല പരിപാടികളും ഇപ്പോൾ മണ്ഡലകാലമാണ്. മണ്ഡലകാലം കഴിഞ്ഞാൽ പൊങ്കാല, അതുപോലെ സപ്താഹം, ഉത്സവം, അങ്ങനെ അടിയന്തരമായ പല പ്രാധാന്യമുള്ള ഉത്സവങ്ങൾ നടക്കുന്നതും ഈ ബസ് പാർക്ക് ചെയ്യുന്ന ഈ ഒരു ഫ്രണ്ട് സൈഡ് ആയതുകൊണ്ട് നമുക്ക് യാദൃശ്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് ക്ഷേത്രത്തിൽ വരുന്നവർക്ക്. അത് കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ താഴ്വശത്തോളം 10 താമസക്കാരുണ്ട്. കായലിലോട്ട് വന്ന വഴിയാണ്. അവർക്ക് ഒരു അടിയന്തരമായ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു വാഹനം കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ്. നമ്മൾ ഇവിടുത്തെ യാത്രക്കാർ ഈ ഭരണിക്കാവ് ജംഗ്ഷൻ വരെ സർക്കാർ ഉദ്യോഗസ്ഥരും മറ്റു പല ആൾക്കാർക്കും വാഹനങ്ങൾ വെക്കാൻ അടവില്ലാത്തവരും നമ്മുടെ ക്ഷേത്രത്തിലെ ഗ്രൗണ്ടിലാണ് വാഹനം വെച്ചേക്കുന്നത്. തിരിച്ച് അവർക്ക് വാഹനങ്ങൾ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നില്ല. താഴെയുള്ള ആൾക്കാർക്ക് ഗ്യാസ് മറ്റേ ഒരു ഹോസ്പിറ്റലിൽ വണ്ടി വന്നാൽ തിരിച്ചു പോകാൻ പറ്റുന്നില്ല. അങ്ങനെ അവരുടെ ജീവിത സാഹചര്യത്തിൽ വലിയ അടിയന്തരമായ ഒരു പ്രശ്നമാണ് ഇപ്പോഴത്തെ ബസ് ബേയുടെ വഴി പ്രശ്നം. ഒരേ സമയം 3 ബസ്സുകൾ നടത്തുന്നതിനായി അധികൃതർ 3 ബസ് ബേകൾ റോഡിൽ മാർക്ക് ചെയ്ത് ബോർഡും സ്ഥാപിച്ചു. എന്നാൽ ബസ്സുകൾ മാർക്ക് ചെയ്ത ഭാഗങ്ങളിലല്ലാതെ തോന്നും പോലെ നിർത്തിയിടുന്നതിനാലാണ് വഴി തടസ്സപ്പെടുന്നത്. ക്ഷേത്ര മൈതാനിയിലൂടെയുള്ള വഴികളിലൂടെയാണ് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരും സമീപത്തെ 10ഓളം കുടുംബങ്ങളിലുള്ളവരും യാത്ര ചെയ്യുന്നത്. വഴിമുടക്കി ബസ്സുകൾ മിനിറ്റുകളോളം നിർത്തിയിടുന്നതിനാൽ അത്യാഹിതത്തിൽപ്പെട്ടാൽ പോലും റോഡിലേക്ക് ഇറങ്ങാൻ കഴിയില്ല. അടിയന്തരമായി അധികൃതർ നടപടിയെടുക്കണമെന്നും ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ താൽക്കാലിക ട്രാഫിക് ഡിവൈഡറുകൾ സ്ഥാപിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും ഭരണിക്കാവ് ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.